രചയിതാവ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പിന്നീട് പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയപ്പെട്ട റാഫി എച്ച് സാറിനെ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സൗഹൃദ കുടുംബത്തിന്റെ അഡ്മിൻ പാനലിലെ സജീവ സാന്നിധ്യമായ അഡ്വക്കേറ്റ് ഷബീർ കെ സി അവരുടെയും ഔപചാരികയുടെ പേരിൽ ഈ വേദിയിലേക്ക് ആർദ്രമായി ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട മുംതാസ് ആസാദ്, കണ്ണൂരിന്റെ എഴുത്തുകാരി. മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് പറയേണ്ടതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയപ്പെട്ട മുംതാസിത്തെ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ പുസ്തകം ഏറ്റുവാങ്ങാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ദീപ്തി ടി ആർ, പ്രിവെന്റീവ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ്, ഓദർ, ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ. പ്രിയപ്പെട്ട ഡോക്ടറെയും ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ ഷിൻഡ മേഡമാണ്. ഷിൻഡ മേഡത്തെ ഈ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി പരിചയപ്പെടുത്തലേക്കൊന്നും ഇപ്പൊ ഞാൻ വരുന്നില്ല, പിന്നീട് നമുക്ക് വിശദമായി പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട രഗീഷ് കടവത്തവർകളെയും ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം സംബന്ധിക്കാനെത്തിയ വിശിഷ്ട വ്യക്തികൾ ഒരുപാടുണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ചാലക്കർ പുരുഷോടനെ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുക. ഈ പരിപാടിയിൽ സൗഹൃദ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട കരുതനായ അഡ്മിൻ അഡ്വക്കേറ്റ് ഷബീർ കെ സി അവരെ പോലെ തന്നെ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട റഷീദ് കരിയാൽ അവരെ ആദ്യമായി വേദിയിലേക്ക് ഔപചാരിക പേരിൽ ക്ഷണിക്കുകയാണ്. തുടർന്ന് സൗഹൃദ കുടുംബത്തിന്റെ സുലു ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോഷ്യൽ വർക്കർ ജസീ രാകേഷ് അവരിൽ എത്തിച്ചേരാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹകുടുംബം എന്ന് പറയുന്ന ലവ്ഷോറിന്റെ പ്രിയപ്പെട്ട സഹത്തെയും വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ ഇടയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷമീസ് കിച്ചന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷബാസ് സുബൈറിനെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. പരിപാടിയിൽ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ റഹ്മാനിക്ക് നമ്മളൊപ്പം രാവിലെ തന്നെയുണ്ട്. പ്രിയപ്പെട്ട റഹ്മാനിക്ക് വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. വേദിയിൽ തൊട്ടുമുന്നിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം പിന്നീട് നമുക്ക് കിടക്കാം. ഔപചാരിക പേരിൽ സ്വാഗത ഭാഷണത്തിലേക്ക് കിടക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, 2021 ഓഗസ്റ്റ് മാസം 1-ാം തീയതി സൗഹൃദ ദിനത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ തലശ്ശേരി. ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെ ലോകം സഞ്ചരിക്കുന്ന വേളയിൽ കേരളത്തിലെ 14 ജില്ലകളിലുള്ളവർ, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന സുന്ദരമായ കുടുംബത്തിന്റെ പേരാണ് സൗഹൃദം കൂട്ടായ്മ. കോവിഡ് കാലഘട്ടത്തിൽ പരസ്പരം സങ്കടങ്ങളും ഒപ്പം പ്രതിസന്ധികളൊക്കെ അതിൽ നിന്നെല്ലാം റിലാക്സ് എന്ന രീതിയിൽ സൗഹൃദത്തിലൂടെയും സംഗീതത്തിലൂടെയും പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മഹാമാരി കാലഘട്ടത്തിൽ 4 ചുമരിനുള്ളിലേക്ക് അകപ്പെട്ടുപോയ നമ്മൾ ഓരോരുത്തരും സൗഹൃദത്തോടുകൂടി പരസ്പരം സംവദിച്ചും ആ സൗഹൃദമാണ് ഇന്ന് അനന്തപുരി മുതൽ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ല വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന 14 ജില്ലകൾ. ആ 14 ജില്ലകളിൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒരു മാലയിലെ മുത്തുകളെ പോലെ ചേർന്ന് നിൽക്കുന്ന സുന്ദരമായ കൂട്ടായ്മ 2021 ഓഗസ്റ്റ് 1-ന് ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും കേക്കുകളുടെയും നാടായ തലശ്ശേരി ഉൾപ്പെടെയുള്ള നിരവധി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായ മണ്ണ് തലശ്ശേരി. ആ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു കൂട്ടായ്മയിലൂടെ കോവിഡ് കാലഘട്ടത്തിൽ വാക്സിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ചാരിറ്റി മേഖല, സേവന മേഖല നിറസാന്നിധ്യമായി എമ്പതി എന്ന വികാരം മനുഷ്യ ജീവന് ഏറ്റവും അടിസ്ഥാനമാണ്. മറ്റുള്ളവരെ അവിടെ അവസ്ഥകൾ കണ്ട് അതിലേക്ക് നമ്മളെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ അവസ്ഥകളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും കരുണയുടെയും പ്രതീകമായി സംഗീതത്തോടൊപ്പം തന്നെ ചർച്ചകളും എഴുത്തുകളും വരികളുമായി കഴിഞ്ഞ 5 വർഷത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന കൂട്ടായ്മയാണ് തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മ. ഇന്ന് വിവിധ മേഖലകളിലൂർ ഒഴിവു സമയത്ത് മൂല്യബോധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ആശയപരമായി ചിന്തിക്കാതെ ആമാശയപരമായി ചിന്തിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ, എനിക്ക്, എന്റെ എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ എന്ന് പറയാൻ വിശാലമായ രീതിയിൽ പാകപ്പെടുന്ന രീതിയിൽ സാമൂഹിക ബോധമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാം അതിന്റെ പ്രചുല പ്രചാരകരായിട്ട് മാറി. നമ്മുടെ കൂട്ടായ്മയിലൂടെ ഈ നാടിൽ ആരെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു വാക്കുകൊണ്ട്, ഒരു സ്നേഹം കൊണ്ട്, ഒരു തലാടൽ കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നമ്മളിലേക്ക്, നമ്മുടെ സന്തോഷങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ 5.5 വർഷക്കാലത്തോളം ഏറ്റവും മനോഹരമായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മ എല്ലാ വർഷങ്ങളിലും വാർഷികാഘോഷങ്ങൾക്കപ്പുറം ഓണാഘോഷ പരിപാടിയായാലും നമ്മുടെ മക്കളുടെ ഉന്നതമായ പഠന വിജയങ്ങളുടെ കാര്യമായി കഴിഞ്ഞാലും എല്ലാ വിഷയങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നിന്റെ പുതിയ കാലഘട്ടത്തിൽ ജൻസി കുട്ടികളുമായി ബന്ധപ്പെട്ട പുതിയ കാലഘട്ടത്തിൽ നവീകരിച്ച രക്ഷിതാവാകാൻ, നവീകരിച്ച വിദ്യാർത്ഥികളായിട്ട് മാറി കലോചിതമായ കാലഘട്ടത്തെ മനസ്സിലാക്കി ഇന്നിന്റെ അപകടകരമായ കരങ്ങളിലേക്ക് വീണുപോവാതെ